ഇവിടെ പുരഞ്ജനൻ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും തന്നെ എന്നാണ്. നമ്മൾ ഓരോരുത്തരും എന്ന് വെച്ചാലോ ജീവനെയാണ് പുരഞ്ജനൻ എന്ന് പറഞ്ഞത്. കൊട്ടാരത്തെ നിർമ്മിക്കുക, അതിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞതോ ഈ ജീവൻ പല പല ശരീരത്തെ സ്വീകരിക്കുന്നു. കൊട്ടാരം എന്ന് വെച്ചാൽ ശരീരം, ഇവിടെ ശരീരം എന്നർത്ഥം. ചില കൊട്ടാരത്തിൽ ഒരു 50 വർഷം താമസിക്കും അല്ലേ? ഒരു ശരീരത്തിൽ ചിലപ്പോൾ ഒരു 50 വർഷം കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കും, അത് മരിക്കുന്നർത്ഥം. പിന്നെ ചിലപ്പോൾ ഒരു 100 വർഷം, അതിൽ കൂടുതലൊക്കെ വളരെ അപൂർവം ഉണ്ടാവുള്ളൂ. ചില കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കടക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് മതിയാവും എന്ന് വെച്ചാലോ ചില കൊതുക്കായിട്ട് ജനിച്ചാൽ മതി അല്ലേ? മണ്ണിൽ നിന്ന് അങ്ങോട്ട് ഉണ്ടാവണു, ആരെങ്കിലും ദേഹത്ത് വന്നങ്ങോട്ട് കടിക്കണു, കിട്ടി അടി, കഴിഞ്ഞു. ജീവൻ ശരീരത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് കൊട്ടാരത്തെ ഈ പുരഞ്ജനൻ നിർമ്മിച്ചു, താമസിച്ചു എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ധാരണപ്രകാരമുള്ള കൊട്ടാരങ്ങളൊക്കെ കഴിഞ്ഞു. സഞ്ചരിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തെത്തി എന്ന് വെച്ചാൽ നമ്മുടെ വടക്കു ഭാഗത്താണ് ഹിമാലയം. അപ്പോൾ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് എന്ന് വെച്ചാൽ ഈ ഭാരതഭൂമിയിൽ മനോഹരമായിട്ടൊരു കൊട്ടാരം കണ്ടു. 2 സ്തൂപങ്ങളിൽ നിൽക്കണു. ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാൻ 9 ദ്വാരങ്ങളുണ്ട്, 9 കവാടങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഭാരതത്തിൽ ഒരു മനുഷ്യജന്മം കിട്ടിയെന്നർത്ഥം അല്ലേ? നമ്മുടെ ഈ ശരീരത്തിനും അത് 9 ദ്വാരങ്ങൾ തന്നെയാണ്. നവദ്വാരേ പുരേ ദേഹി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഈ കൊട്ടാരത്തിലെ സൗകര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത് ഈ നമ്മുടെ ഈ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളെക്കുറിച്ചൊക്കെയാണ്. പലതും അവിടെ പറയുന്നുണ്ട്. പിന്നെ പുരഞ്ജനി വിവാഹം കഴിച്ചു പുരഞ്ജനനെ എന്ന് പറഞ്ഞു. ഈ പുരഞ്ജനി ആരാ? ബുദ്ധിയാണ് പുരഞ്ജനി. അവർ വിവാഹം കഴിച്ചു എന്ന് വെച്ചാൽ അവർ തമ്മിൽ യോജിപ്പിലായി എന്നർത്ഥം. പിന്നെ ഈ പുരഞ്ജനി പറഞ്ഞത് എന്താണോ അതാണ് ആര് ചെയ്യുക? പുരഞ്ജനൻ ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ബുദ്ധി എന്താണോ പറഞ്ഞത് അതാണ് നമ്മൾ പ്രവർത്തിക്കുക. ബുദ്ധിത ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഇവിടെ ശ്രദ്ധിക്കുകയും ഈ ശ്രദ്ധ ഒന്ന് അങ്ങോട്ട് മാറ്റിക്കോളൂ, അങ്ങോട്ട് ശ്രദ്ധിക്കുകയോ. ഇവിടുന്ന് ഇരിക്കണ്ട, നമുക്ക് എഴുന്നേറ്റ് പോവാം. അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഉച്ചറ അവിടെ പോയിരിക്കാം എന്ന് ബുദ്ധി പറയുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കും. ഇതാണ് ഇവിടെ മദ്യം കഴിച്ചു മത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? മത്ത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അഹങ്കാരത്തെയാണ്. മദ്യപാനം എന്നുള്ളത് അഹങ്കാരത്തെ ഉദ്ദേശിച്ചാണ്. മദ്യം കഴിച്ചാൽ മത്ത് പിടിക്കും. അപ്പോൾ താൻ ആര് എന്നുള്ള ബോധമില്ലാണ്ടാവും. ചില ആളുകൾ ഉടുത്ത വസ്ത്രമൊക്കെ തലയിൽ കെട്ടിയൊക്കെ നടക്കണതാണ് കവലയിൽ പോയാൽ. താൻ ആരാണ് എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. ഇതാണ് അഹങ്കാരം വന്നാലും അങ്ങനെയാണ് അല്ലേ? അഹങ്കാരം അങ്ങനെ വന്നു എന്ന് വിചാരിക്കും ധാരാളമായിട്ട്. പിന്നെ താൻ ആരാണ്, എവിടെയാണ് നിൽക്കണതെന്നൊക്കെ മറക്കും. എങ്ങനെയാണ് താൻ ഈ സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതും മറന്നിങ്ങനെ ജീവിക്കാം. അതാണ് അഹങ്കാരം ആണ് ഇവിടെ ഉദ്ദേശിച്ചത്. നായാട്ട് എന്ന് വെച്ചാൽ സ്വപ്നാവസ്ഥയാണ് നായാട്ട് എന്ന് പറഞ്ഞത്. കിടന്നുറങ്ങണ സമയത്ത് പല പല സ്വപ്നങ്ങൾ കാണും അല്ലേ? ഇന്നത് കാണാം, അങ്ങനെ ഉണ്ടോ? എന്തൊക്കെ സ്വപ്നങ്ങൾ ഓരോരുത്തർ കാണാം. വിശേഷിച്ചില്ല. പരീക്ഷ കഴിഞ്ഞു വന്ന് കിടന്നുവൻ സ്വപ്നം കണ്ടു. എന്തേ റിസൾട്ട് വന്നു, 1ാം റാങ്ക് എനിക്ക് തന്നെ. അപ്പോഴേക്കും ചാനലുകാർ വന്നു, എങ്ങനെ നിങ്ങൾക്കിത് സാധിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനിപ്പോൾ അങ്ങനെ ഓരോന്ന് തട്ടിവിടുകയും ചെയ്യും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് എഴുന്നേൽക്കണം. അവിടുന്ന് ശബ്ദം കേട്ടപ്പോൾ അമ്മ വിളിച്ചതാ രാവിലെയായി. എഴുന്നേറ്റപ്പോഴാണ് അവൻ സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചത്. ജയിച്ചാൽ മതിയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ചിന്ത. 1ാം റാങ്കുകാരൻ എന്താ വിചാരിക്കണത്? ജയിച്ചാൽ മതിയായിരുന്നു. ഇന്നത് എഴുതുക അങ്ങനെ ഇല്ലല്ലോ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. തോൽക്കലൊക്കെ കഷ്ടം തന്നെയാണ്. ഇല്ല എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ. എന്താ പരീക്ഷ എഴുതിയത് എന്താണെന്ന് അവനറിയുള്ളൂ അല്ലേ?